ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇക്കഴിഞ്ഞ ദുഃഖ്രാന തിരുനാൾ ദിവസം, മാർ തോമസ് ലീഹായുടെ ദുഃഖ്രാന തിരുനാൾ ദിവസം നമ്മൾ നമ്മുടെ കുർബാനയുമായി ബന്ധപ്പെട്ട 3 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. അതിൽ 3 പുസ്തകങ്ങളും രചിച്ചത് ഡോക്ടർ തോമസ് മണ്ണൂരമ്പറമ്പിലച്ചനാണ്. തലശ്ശേരി അതിരൂപതയിലെ അംഗമാണ്. അദ്ദേഹം ഒറിജിനലി പാലാ രൂപതക്കാരനാണ്. തലശ്ശേരി കുടിയേറ്റമായിട്ട് പോയി അവിടെ തലശ്ശേരിയിലാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞതൊന്നും ആവർത്തിക്കുക. നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ അച്ഛനൊരു പുസ്തകം ഉപയോഗിക്കും കുർബാന ചൊല്ലാൻ. തക്സാന ഞാൻ പറയാം. നമ്മളും കുർബാന പുസ്തകം ഉപയോഗിക്കും. കുർബാന പുസ്തകം നമ്മൾ പറയുന്നു. ആ കുർബാന പുസ്തകം അല്ലെങ്കിൽ തക്സ, അത് മെത്രാനാണെങ്കിലും അച്ഛനാണെങ്കിലും ആരാണെങ്കിലും ആ കുർബാന തക്സ അത് തയ്യാറാക്കിയ അച്ഛനാണ് മണ്ണൂരമ്പറമ്പിലച്ചൻ, തോമസ് മണ്ണൂരമ്പറമ്പിലച്ചൻ. എൻ്റെ പ്രൊഫസറാണ് വടവാതിൽ സെമിനാരിയിൽ. ഈ അദ്ദേഹം തയ്യാറാക്കിയ തക്സയാണ് റോമിലേക്ക് അയച്ച് അംഗീകാരം കിട്ടിയത്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ തർജ്ജമ തയ്യാറാക്കിയത്. ഈ കുർബാന, അത് നമ്മൾ ചൊല്ലുന്ന കുർബാന, ആ കുർബാനയുടെ തക്സ തയ്യാറാക്കിയ മണ്ണൂരമ്പറമ്പിലച്ചൻ തന്നെ കുർബാനയുടെ വ്യാഖ്യാനവും ഒരു പഠനവും തയ്യാറാക്കിയിട്ടുണ്ട്. 2 വാല്യങ്ങളായിട്ടാണ്. സീറോ മലബാർ സഭയുടെ കുർബാന ഒരു പഠനം, വാല്യം 1. അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട് ഉറവിടങ്ങൾ മുതൽ ബലിപീഠ പ്രവേശനം വരെ. നമുക്കറിയാം, ബേമയിലെ ശുശ്രൂഷ കഴിഞ്ഞ്, വചന ശുശ്രൂഷ കഴിഞ്ഞ് ബലിപീഠ പ്രവേശനമുണ്ട്. ആ ബേമയിലെ ശുശ്രൂഷ അവസാനിക്കുന്നത് വരെ, വചനവേദിയിലെ ശുശ്രൂഷ അവസാനിക്കുന്നത് വരെയുള്ള കർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥമെന്ത്, പൊരുളെന്ത്, തിരുവചന അടിത്തറ എന്ത്, സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം എന്ത് എന്നെല്ലാം കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണിത്. അതായത് നമ്മൾ ഇനി കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്, എന്തുകൊണ്ട് അവിടെ വെക്കുന്നത്, എന്തുകൊണ്ട് ഇവിടെ വെക്കുന്നത്, ഇതെല്ലാം നമുക്ക് അറിയാൻ ഈ ഒരു പുസ്തകമാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ, ഇതിനൊക്കെ നല്ലൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം കുർബാന തക്സ തയ്യാറാക്കി അച്ഛൻ തന്നെയാണ് അതിൻ്റെ പഠനം തയ്യാറാക്കിയിരിക്കുന്നത്. അത് വാല്യം 1 ഈ വാല്യം 1 കവറൊന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മുടെ സീറോ മലബാറിന്റെ കാപ്പയിട്ട് നിൽക്കുകയാണ്. ഇത് 1986 കോട്ടയത്ത് ഫെബ്രുവരി 8-ാം തീയതി മാർപ്പാപ്പ ഇട്ട കാപ്പയാണിത്. ഈ കാപ്പ ഇട്ടുകൊണ്ടാണ് ഈ കുർബാന, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏകീകൃത കുർബാന 1986 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സീറോ മലബാറിന്റെ കാപ്പയിട്ട് കോട്ടയത്ത് നാഗമ്പടം മൈതാനത്ത് വെച്ച് കുർബാന ചൊല്ലി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ മാർപ്പാപ്പ തന്നെ സീറോ മലബാറിന്റെ കാപ്പയണിഞ്ഞ് ഈ കുർബാന അർപ്പിച്ചു. അന്ന് കുർബാന അർപ്പിച്ചപ്പോൾ അതിന്റെ മാസ്റ്റർ ഓഫ് സെറിമണി, കർമ്മോപദേഷ്ടാവായിരുന്നത് തോമസ് മണ്ണൂരമ്പറമ്പിലച്ചനാണ്. എന്തുകൊണ്ട് തോമസ് മണ്ണൂരമ്പറമ്പിലച്ചൻ? അച്ഛനാണ് തക്സ തയ്യാറാക്കിയത്. ആ അച്ഛൻ തന്നെ കുർബാനയുടെ വ്യാഖ്യാനം ഒരു പഠനം, സീറോ മലബാർ സഭയുടെ കുർബാന ഒരു പഠനം, വാല്യം 1, ഉറവിടങ്ങൾ മുതൽ ബലിപീഠ പ്രവേശനം വരെ, അതിൽ ഓരോ കർമ്മങ്ങളെയും അർത്ഥം അച്ഛൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ പുസ്തകം നമ്മൾ വാങ്ങിച്ച് പഠിച്ചിട്ട് വേണം നമ്മൾ കുർബാനയെ സംബന്ധിക്കാൻ. അപ്പോഴല്ലേ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് ചെയ്യണ്ടേ? അതിനെ പറ്റി ഏറ്റവും നല്ല പുസ്തകമാണിത്. ഇതേക്കുറിച്ച് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഇതിൻ്റെ അവതാരികയിൽ വള്ളോപ്പള്ളി പിതാവ്, തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്തയായിരുന്ന വള്ളോപ്പള്ളി പിതാവ് എഴുതിയിരിക്കുന്ന ഒരു സംഗതി ഞാൻ വായിക്കുക. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെ നിയമമാണ് വിശ്വാസത്തിന്റെ നിയമം. ലത്തീനിൽ പറയും ലെക്സ് ഒറാന്തി ലെക്സ് ക്രദേന്തി. പ്രാർത്ഥനയുടെ നിയമമാണ് വിശ്വാസത്തിന്റെ നിയമം. അവർ പ്രാർത്ഥിക്കുന്നത് വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അതാണ് ലെക്സ് ഒറാന്തി ലെക്സ് ക്രദേന്തി. ലെക്സ് എന്ന് പറഞ്ഞാൽ ലോ, ഒറാന്തി എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക, ക്രദേന്തി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെ വിശ്വസിക്കുന്നു, എങ്ങനെ വിശ്വസിക്കുന്നുവോ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ നിയമമാണ് വിശ്വാസത്തിന്റെ നിയമം എന്ന് പറയുന്നത്. അവർ പ്രാർത്ഥിക്കുന്നത് വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ഒരു സഭയുടെ അപ്പസ്തോലിക വിശ്വാസം, ശ്ലൈഹിക വിശ്വാസം അനാവരണം ചെയ്യുന്നത് ആ സഭയുടെ ആരാധനക്രമത്തിലൂടെയാണ്. ആരാധനക്രമത്തെയാണ് ലിറ്റർജി എന്ന് നമ്മൾ പറയണേ. ഒരു സഭ എന്താണ് വിശ്വസിക്കുന്നതെന്ന് അറിയാൻ അതിൻ്റെ ആരാധനക്രമത്തെ, ലിറ്റർജിയെ സൂക്ഷ്മമായി പഠിക്കുകയാണ് വേണ്ടത്. സഭയുടെ വിശ്വാസത്തിന്റെ ആഘോഷമാണ് ആരാധനക്രമമെങ്കിൽ വിശ്വാസത്തിന്റെ വ്യാഖ്യാനമാണ് ദൈവശാസ്ത്രം. നോക്കുക, സഭയുടെ വിശ്വാസത്തിന്റെ ആഘോഷമാണ് ആരാധനക്രമമെങ്കിൽ, ലിറ്റർജി എങ്കിൽ വിശ്വാസത്തിന്റെ വ്യാഖ്യാനമാണ് ദൈവശാസ്ത്രം. ആചരണത്തിലൂടെ പ്രഘോഷിക്കപ്പെടുന്നതും
വ്യാഖ്യാനത്തിലൂടെ വിശദീകരിക്കപ്പെടുന്നതും ഒന്ന് തന്നെ, അതായത് വിശ്വാസം. അതുകൊണ്ട് പൗരസ്ത്യ ക്രൈസ്തവരെ സംബന്ധിച്ചെങ്കിലും ദൈവശാസ്ത്രവും ആരാധനക്രമവും പരസ്പര വിരുദ്ധങ്ങളല്ല, പരസ്പര പൂരകങ്ങളത്രേ. ഒരു സഭയുടെ ആരാധനക്രമത്തിന് ഭാഷ്യം രചിക്കുക എന്നാൽ ആ സഭയുടെ വിശ്വാസത്തിന് വ്യാഖ്യാനം നൽകുക എന്നാണ് അർത്ഥം. അവസാനത്തെ വാചകം നോക്കിയാൽ വള്ളപ്പള്ളി പിതാവ് പറഞ്ഞിരിക്കുന്നത്, ഒരു സഭയുടെ ആരാധനക്രമത്തിന് വ്യാഖ്യാനം രചിക്കുക എന്നാൽ ആ സഭയുടെ വിശ്വാസത്തിന് വ്യാഖ്യാനം നൽകുക എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ സഭ വിശ്വസിക്കുന്നത് എന്ത്? അതാണ് കുർബാനയ്ക്ക് ഉള്ള കുർബാനയുടെ ഭാഷ്യം, വ്യാഖ്യാനം, പഠനം. അതിലൂടെ മണ്ണൂരം പറമ്പലച്ചൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ ആവർത്തിക്കുക, നമ്മൾ ബലിപീഠത്തിൽ പള്ളിയിൽ എത്തുന്നു, അവിടെ വചനവേദിയിൽ ശുശ്രൂഷ ആരംഭിക്കുന്നു, ബലിപീഠത്തിലേക്ക് കയറുന്നു, പിന്നെ തിരിച്ചു വരുന്നു. ഇങ്ങനെയുള്ള ഓരോ കർമ്മത്തിൻ്റെയും ഓരോ പ്രാർത്ഥനയുടെയും ഓരോ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളെയും പൊരുൾ എന്ത്, തിരുവചനത്തിൽ അതിന് അടിത്തറ എന്ത്, തിരുവചനത്തിൽ അടിത്തറ എന്ത്, ബൈബിൾ അടിത്തറ എന്ത്, സഭാപിതാക്കന്മാർ എന്ത് പറഞ്ഞിരിക്കുന്നു, പിന്നെ മറ്റ് ലിറ്റർജികളുമായിട്ട് താരതമ്യം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു അനർഘ ഖനിയാണ് ഈ പുസ്തകം. നമ്മുടെ കുർബാന എന്തെന്നറിയാൻ ഈ പുസ്തകം വായിച്ചേ മതിയാകൂ. കാരണം കുർബാന തക്സ തയ്യാറാക്കി അച്ഛൻ തന്നെയാണ് അതിന് വ്യാഖ്യാനം തയ്യാറാക്കിയിരിക്കുന്നത്, ഒരു പഠനം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിനേക്കാൾ നല്ലൊരു വ്യാഖ്യാനം നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അത് സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അതിനാൽ സീറോ മലബാർ സഭയിൽപ്പെട്ടവരും സീറോ മലബാർ സഭയുടെ കുർബാന എന്നൊന്നും അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരും ഈ പുസ്തകം വാങ്ങിച്ച് വായിച്ച് പഠിച്ച് പ്രചരിപ്പിക്കണം. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് എന്തെന്ന് നമുക്കറിയാൻ കഴിയും. നാം വിശ്വസിക്കുന്നത് എന്തെന്ന് നമുക്കറിയാൻ കഴിയും. നമ്മൾ പല കാര്യവും വിശ്വസിക്കുന്നു, പല കാര്യവും അനുഷ്ഠിക്കുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, എന്താണ് അങ്ങനെ ചെയ്യുന്നത്, അത് അറിയാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഈ കവർ പേജിന്റെ താഴെ ഇത് വടവാതൂർ സെമിനാരിയുടെ പള്ളിയുടെ ഒരു രൂപമാണ്. ചമ്മാച്ചമാർ പ്രാർത്ഥിക്കുന്നത്, ഇത് പള്ളിയുടെ ഒരു ഭാഗമാണിത്. ഈ വടവാതൂർ സെമിനാരി 1962 സ്ഥാപിക്കപ്പെട്ടത്. 1962 അത് സ്ഥാപിച്ചത് ഈ സീറോ മലബാർ സഭയുടെ കുർബാന വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. ആ സെമിനാരിൽ ആദ്യത്തെ ബാച്ചാണ് മണ്ണൂരം പറമ്പലച്ചൻ. അവിടെയാണ് 83 ഞാനും പഠിക്കാൻ ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ പ്രൊഫസറായിട്ട് വന്നു, ലിറ്ററേച്ചർ പ്രൊഫസറായിട്ട് വന്നു. 86 മാർപ്പാപ്പ ആ കുർബാന അർപ്പിച്ച് ഇത് ഉദ്ഘാടനം ചെയ്തു. 86 എന്നിട്ടാണ് എറണാകുളത്തെ വിമതരും അൽമായ മുന്നേറ്റക്കാരൊക്കെ പറയുന്നത് ചർച്ച ചെയ്തില്ല. കോവിഡിന്റെ മറവിൽ 2021 ഭൂമി കുംഭകോണം മറച്ചു വെക്കാൻ വേണ്ടി കുർബാന നടപ്പാക്കിയെന്ന്. 1986 ഫെബ്രുവരി 8 മാർപ്പാപ്പ വന്ന് ഉദ്ഘാടനം ചെയ്ത കുർബാനയാണ് ഈ എറണാകുളം ലോബിയുടെ എന്താ പറയുക തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ച് മാറ്റിവെച്ച് സമ്മർദ്ദം ചെലുത്തി ഇങ്ങനെ നമ്മുടെ സഭയെ കുട്ടിച്ചോറാക്കിയത്. അങ്ങനെ അത് ഇപ്പൊ നമുക്ക് 34 രൂപതകളിലെങ്കിൽ അത് നടപ്പായി. അവരുടെ കുതന്ത്രങ്ങളൊന്നും തന്നെ ഏറ്റില്ല. അവിടെ നിന്നുള്ളവരാണ് സകല രൂപതകളിലും പോയിട്ട് പഠിപ്പിച്ചിരുന്നത്. അവർക്ക് ജീവിച്ചിരിക്കെ തന്നെ ആ എറണാകുളത്ത് പോലും ഒരു കുർബാന ഏകീകൃത കുർബാനയ്ക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ പോലും ഈ പറഞ്ഞ കുർബാന തന്നെ നടപ്പാക്കേണ്ടി വന്നു, അല്ലെങ്കിൽ നടപ്പാക്കേണ്ടി വരും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, ഇതൊക്കെ വിട്ടുകളയേണ്ടതല്ല എന്നാണ് പലരും പറയണേ. ആണോ? നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് കർത്താവല്ലേ കൽപ്പിച്ചത്? ആ കൽപ്പിച്ചത് ഓരോ സഭയും ഓരോ തരത്തിലല്ലേ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ കർത്താവ് 12 പേരെ തിരഞ്ഞെടുത്തത്? അല്ലെങ്കിൽ ഒരാളെ തിരഞ്ഞെടുത്താൽ മതിയായിരുന്നില്ലേ? അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമല അല്ലേ കർത്താവ് സഭ സ്ഥാപിച്ചത്? ഓരോ അപ്പസ്തോലന്റെയും വിശ്വാസ പൈതൃകം അനുസരിച്ചല്ലേ ആ സഭയുടെ വിശ്വാസം ഏറ്റുപറയേണ്ടത്? അങ്ങനെയല്ലേ കർത്താവ് പഠിപ്പിച്ചത്? അല്ലെങ്കിൽ കർത്താവ് സ്ലീഹന്മാരെ പഠിപ്പിച്ചത്? എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നാണ് തോമാസ് ലീഗ വിശ്വാസം ഏറ്റു പറഞ്ഞത്. പത്രോസോ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവാണെന്നാ പറഞ്ഞേ. ഓരോരുത്തരും വിശ്വാസങ്ങൾ അല്ലേ, ഏറ്റുപറച്ചിൽ വ്യത്യാസമില്ലേ? ഇല്ലേ? 5 അപ്പം കൊണ്ട് ഇല്ലേ യഹൂദ ഒരു ജനക്കൂട്ടത്തെ കർത്താവ് അപ്പം വർദ്ധിപ്പിച്ച് ദിവ്യകാരുണ്യ സമൂഹമാക്കി മാറ്റി, ഇല്ലേ? രണ്ടാമത് വിജാതിയുടെ നാട്ടിൽ പോയി വീണ്ടും അപ്പം വർദ്ധിപ്പിച്ച് വിജാതി ജനക്കൂട്ടത്തെ ദിവ്യകാരുണ്യ സമൂഹമാക്കി മാറ്റി. പിന്നെ പത്രോസ് ഈ 2 ദിവ്യകാരുണ്യ സമൂഹത്തിന്റെയും വക്താവായി വിശ്വാസം പ്രഖ്യാപിച്ചു. ഒരു സഭ, വിവിധ ദിവ്യകാരുണ്യ സമൂഹങ്ങൾ. അങ്ങനെയാണ് കർത്താവ് ചെയ്തത്. ഇതൊക്കെ ബൈബിളിലുള്ളതല്ലേ? മത്തായിയുടെ സുവിശേഷം 14, 15, 16 അധ്യായമായി ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണോ, കർത്താവ് നമുക്ക് കൽപ്പിച്ച് നൽകിയതാണോ? അതുകൊണ്ട് തന്നെ പുക്താനഹോൻ ഇല്ലേ, പുക്താന ദമിശിക
അല്ലേ, ഞാൻ ബലിയർപ്പിക്കട്ടെ, മിശിഹായുടെ കൽപ്പന അനുസരിച്ച് അങ്ങ് ബലിയർപ്പിച്ചാലും, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കുർബാന ആരംഭിക്കുന്നത്. മിശിഹായുടെ കൽപ്പന നിറവേറ്റുന്നത് അച്ഛനും നമ്മളും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പുക്താന ഹോൻ, പുക്താന മിശിഹ, അങ്ങനെയുള്ള ഒരുപാട് ഓരോ കാര്യങ്ങളെയും വ്യാഖ്യാനമാണ് ഈ പുസ്തകം. ഞാൻ ആവർത്തിക്കുകയാണ്, ഓരോ സീറോ മലബാർ വിശ്വാസിയും ഓരോ കുടുംബത്തിലുണ്ടാകണം, ഓരോ വ്യക്തിക്കും ഉണ്ടാകണമെന്നാണ് ഞാൻ പറയാൻ. അങ്ങനെ ഇത് പഠിച്ചിട്ട് വേണം നമ്മൾ ഇനി കുർബാനയ്ക്ക് പോകാൻ. ഓരോ ദിവസം ഓരോന്ന് പഠിച്ച് പോവുക. നമ്മൾ പഠിച്ച കാര്യം അവിടെ ആവർത്തിക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ ചെയ്യുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിലത് ഉറയ്ക്കും. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഈ പുസ്തകത്തിൽ പറഞ്ഞ ചില അച്ഛന്മാരൊക്കെ വ്യത്യസ്തമായി ചെയ്യുന്നുണ്ടാകും, എങ്കിലും ഒരു കാര്യം മനസ്സിലാകും, ഇതിൽ പറഞ്ഞ പോലെയാണ് ചെയ്യേണ്ടത്. അച്ഛൻ തെറ്റ് ചെയ്യുന്നെങ്കിൽ ഇതിൽ പറഞ്ഞ തക്സയിൽ അത് എഴുതിയിട്ടുണ്ടാവും, ചുവന്ന അക്ഷരത്തിൽ തക്സയിൽ എഴുതിയിട്ടുണ്ടാകും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പം അത് അവിടെ കാണും. അവിടെ എഴുതിയിരിക്കുന്നത്, ഈ തക്സ ഉണ്ടാക്കിയത് ആരാണ്? മണ്ണൂരം പറമ്പിലച്ചൻ. അപ്പൊ ചുവന്ന അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതും മണ്ണൂരം പറമ്പിലച്ചൻ. എന്തുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്? അച്ഛന്മാർ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അതിന്റെ കാരണങ്ങളും അതിന്റെ ഉറവിടങ്ങളും ഒക്കെയാണ് മണ്ണൂരം പറമ്പിലച്ചൻ തന്നെ തന്നിരിക്കുന്നത്. കുറച്ച് പൈസ മാറ്റിവെച്ച്, നിങ്ങളുടെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയോ ദശാംശമൊക്കെയുള്ള പൈസ മാറ്റിവെച്ച് ഈ പുസ്തകം വാങ്ങിച്ച് വായിച്ച് പഠിച്ച് പ്രചരിപ്പിക്കുക, മറ്റുള്ളവർ കൊടുക്കുക. അച്ഛന്മാർക്ക് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഈ പുസ്തകം കൊടുക്കുക. ഈ അച്ഛന്മാർ വായിച്ച് പഠിക്കട്ടെ. അച്ഛന്മാരും മെത്രാന്മാരും അറിവുള്ളവരായ നമ്മുടെ പ്രശ്നങ്ങൾ പകുതി തീരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് പറയുകയാണ്. ഈ ദുഃഖാന നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും പ്രബുദ്ധരാവുക, കുർബാനയെക്കുറിച്ച് പ്രബുദ്ധരാവുക എന്നാണ് ഒന്നാമതായി ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതിന് സഹകരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.